അയ്യോ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് എവിടെ അറിയാമോ? ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഹോട്ടൽ സമുച്ചയത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മൾ പോകുന്നത് യൂസുഫ് അലിയുടെ സ്വപ്ന ഹോട്ടലായ ലുലു ഹയാത്ത് കൊച്ചിയിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കേരളത്തിൽ നിലവിലുള്ള ഏറ്റവും ലക്ഷറി ഹോട്ടലുകളിൽ ഒന്നാണ് ലുലുവിൻ്റെ അധീനതയിലുള്ള ഹയാത്ത് ഹോട്ടൽ. ഇത് നിൽക്കുന്നത് ബോൾഗാട്ടി പാലസിലാണ് അടുത്താണ് നിൽക്കുന്നത്. നമ്മൾ പാലമെല്ലാം കയറി ഇതിന് ചെക്കിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെക്കിംഗ് ആണ്. അതായത് ഇവർ വണ്ടിയിലെ ബോംബോ കാര്യങ്ങളോ മറ്റോ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെക്കിങ് ഭയങ്കരമാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ കണ്ട ലോബിയിലേക്ക് എത്തിക്കുകയാണ്. ഇത് നമ്മുടെ സുഹൃത്ത് ഫഹദാണ്. എപ്പോഴും വീഡിയോയിൽ ഒന്നുകിൽ ഫഹദ് അല്ലെങ്കിൽ നിസാമൊക്കെ കൂടെ കാണുന്നത്. കൂടെ ഉള്ളവരായതുകൊണ്ടാണ് ഇവരുടെ കൂടെ ഒപ്പമാണ് എപ്പോഴും യാത്ര ചെയ്യുക. അതുകൊണ്ടാണ് ഇവരുടെയൊക്കെ വീഡിയോ ഫോട്ടോസും. അപ്പോൾ നമ്മുടെ പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ അതാണ് ഇത് കാണുന്നത്. ഒറിജിനൽ പൂവാണ്. അത്യാവശ്യം നല്ല മണമൊക്കെയുള്ളതാണ്. നമ്മൾ റൂം എത്തിയൊക്കെയാണ്. ഇതാണ് സ്റ്റാൻഡേർഡ് റൂമാണ്, നോർമൽ റൂമാണ്. ഏതാണ്ട് 15,000 രൂപയാണ് ഈ റൂമിൻ്റെ റെൻറ്റ് വരിക ഒരു ദിവസത്തേക്ക്. വലിയ 15,000 രൂപ മുതൽ 1 ലക്ഷം രൂപ 1.25 ലക്ഷം രൂപ വില വരുന്ന സ്യൂട്ട് റൂം വരെ ഉള്ള ഒരു ലക്ഷറി ഒരു 5 സ്റ്റാർ ഹോട്ടലാണ് ഈ പറയപ്പെടുന്ന നമ്മുടെ യൂസുഫ് അലി ബായുടെ ഹയാത്ത്, ലുലു ഹയാത്ത്. അത്രത്തോളം സെക്യൂരിറ്റിയാണ്. അതായത് VVIPകൾ താമസിക്കുന്ന സ്ഥലം കൂടാണ്. അവർക്ക് 2-3 പോർഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ ഭാഗത്തോട് നമുക്ക് എൻട്രി ചെയ്യണമെങ്കിൽ നമുക്ക് അത്രയും പേപ്പറും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വർക്കുകൾ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് VIP ലോഞ്ചിലോട്ട് നമുക്ക് പോകാൻ കഴിയുള്ളൂ. ഇത് അവിടുത്തെ ബാത്റൂംസ് കാര്യങ്ങൾ, ആ റൂമിലുള്ള കുറേ എന്തൊക്കെയാണ് സാധനങ്ങൾ, ഇഷ്ടംപോലെ സാധനങ്ങൾ റൂമിൽ. കോഫി ഇട്ട് കുടിക്കാം. കോഫി തന്നെ സാധാരണ പല തരത്തിലുള്ള കോഫിയും കാര്യങ്ങളൊക്കെ ഇട്ട് കുടിക്കാനുള്ള സംവിധാനം നമുക്ക് റൂമിൽ തന്നെ ഉണ്ട്. ഇത് അവിടുത്തെ ബാത്റൂംസ് ആണ്. ബാത്റൂംസ് അത്ര ഹൈജീനിക്കാണ്, ക്ലീനാണ്. വാഷ് നമുക്ക് കിടന്നു കുളിക്കാനുള്ള സൗകര്യം. ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് വീഡിയോ എടുക്കുന്നുണ്ട്. ബാത്റൂം എങ്കിലും വെറുതെ വിടാനാണ് പറയുന്നത്. ഇത് ഷേവിങ് സെറ്റുകൾ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. കുറച്ച് പുറത്തോട്ട് പോകാന്ന് പറഞ്ഞാൽ കൂടെ പുറത്തോട്ട് പോവുകയാണ്. ഇത് പുറത്തോട്ട് പോകുന്ന കുറേ രംഗങ്ങളാണ്. അവിടെ നമുക്ക് ഒരുപാട് സംവിധാനമുണ്ട്. ജിമ്മുണ്ട്, അതുപോലെ തന്നെ ഹെയർ കട്ട് ചെയ്യാനായിട്ട് ടോണി ആൻഡ് ഗേയുടെ ബ്രാൻഡായിട്ടുള്ള ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ അവർ പ്രത്യേകം എടുത്തിട്ടുണ്ട്. ഇത് ജിമ്മിലേക്ക് പോവാണ്. ജിമ്മെന്ന് പറഞ്ഞാൽ എന്താ പറയുക, അത്ര ഹൈജീനിക്കാണ്. നമ്മൾ അവിടെ കാർഡ് ഉണ്ട്. ആ കാർഡ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് എല്ലായിടത്തും എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അതായത് സ്വിമ്മിംഗ് പൂൾ ആയിക്കോട്ടെ, ജിം ആയിക്കോട്ടെ, എവിടെ പോകണമെങ്കിലും നമ്മുടെ ആ കാർഡ് നമ്മുടെ വേണം. അതല്ലെങ്കിൽ റൂം നമ്പർ പറയുവാണെങ്കിൽ അവർ നമ്മളെ അവിടെ ആളുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് അകത്ത് കയറാം. മിക്കയിടത്തും നമ്മൾ കാർഡ് എൻട്രി ചെയ്ത് അകത്ത് പോകുമ്പോഴായിരിക്കും ആളുണ്ടാവുക. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ലോബി കൂടെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഫുഡിന് ലോകത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ മലബാർ കഫേ ആണുള്ളത്. അവരുടെ ഫുഡിൻ്റെ സെക്ഷൻ്റെ പേരാണ് മലബാർ കഫേ എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമുക്ക് കഴിക്കാൻ കഴിയില്ല, അത്രമാത്രം ഫുഡാണ്. ഓരോന്നും ഓരോ എല്ല് വെച്ചെടുത്താൽ പോലും നമ്മുടെ വയറ് നിറഞ്ഞു പോകും. കാരണം മനുഷ്യന് ആഹാരം മാത്രമേ മതി എന്ന് പറയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു പരിധി കൂടുതൽ കഴിക്കാൻ കഴിയൂല. അപ്പോൾ ഇഷ്ടം പോലെ സാധനങ്ങൾ, എന്താ പറയുക, ഡ്രൈ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, നമുക്ക് നിലവിൽ കേരളത്തിൽ കിട്ടുന്ന ഒട്ടുമിക്ക സാധനങ്ങളും നമുക്കവിടെ കിട്ടും. ഇത് അവിടുത്തെ ഓപ്പൺ സ്വിമ്മിംഗ് പൂളാണ്. ഭയങ്കര തണുപ്പാണ്. മഴയെന്ന് പറഞ്ഞാൽ രാവിലെ മുതലുള്ള മഴയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. ഒരുപാട് പേര് സ്വിമ്മിംഗ് പൂളിൽ പോകുന്നുണ്ട്. അതിൽ ഒരുപാട് വീഡിയോ എടുക്കാനുള്ള അവിടെ അലൗഡും ഇല്ല നമുക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയയിൽ. പ്രത്യേകിച്ച് ഇൻഡോർ ഏരിയയിലൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ്. പിന്നെ ഇത് പുറത്തുള്ള ഏരിയ ആണ്. പുറത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാൻ, ബ്യൂട്ടിഫുള്ളാണ് നടക്കാനായിട്ട്. വൈകുന്നേരം പ്രത്യേകിച്ച് ഇത് ഞാൻ ഉച്ചയ്ക്കാണ് സമയം. ഉച്ച മഴയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. വൈകുന്നേരങ്ങളിൽ ലൈറ്റിംഗ് ഒക്കെ ഭയങ്കര രസമാണ്. വൈകുന്നേരം മഴയായതുകൊണ്ടെങ്കിൽ ഇറങ്ങാൻ പറ്റുന്നത്. വൈകുന്നേരം നടന്ന് കാണാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇത് ഹൗസ് ബോട്ടാണ്. നിലവിൽ നാട്ടിക എന്ന പേരിൽ നമ്മുടെ യൂസുഫ് അലി സാറിന് അവിടെ ഹൗസ് ബോട്ടുണ്ട്. ഇത് ലുലുവിൻ്റെ ഹയാത്തിൻ്റെ ബാക്ക് സൈഡാണ്. നമ്മളതിന് കയറുന്നതിന് എൻട്രി ഫീസും കാര്യങ്ങളുണ്ട്. പ്രത്യേകം നമ്മൾ എവിടെ റിസപ്ഷനിൽ പറഞ്ഞ് ബുക്ക് ചെയ്യണം. എന്നാലും മാത്രമേ നമുക്ക് പോകാൻ കഴിയുള്ളൂ. ഇതിലൊക്കെ അതിനുള്ള സേഫ്റ്റിയും പ്രിക്കോഷൻസൊക്കെ അവർ പറഞ്ഞു തരും. മുൻകൂട്ടി പറഞ്ഞ് മാത്രമേ നമുക്ക് പോകാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ ഒരു ദിവസം കൊണ്ട് തീരില്ല. ഞാൻ എന്നെക്കൊണ്ട് കിട്ടുന്നതിൻ്റെ പരമാവധി നമ്മളിത് വീഡിയോ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് കുട്ടികളുടെ ഏരിയ ആണ്. സ്കൂബ ഡൈവിങ്, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ കുട്ടികൾക്കായിട്ട് മാറ്റിച്ചിട്ടുണ്ട്. അതിൽ പൈസ കൊടുത്ത് ഉള്ളതുകൊണ്ടും ഫ്രീ ആയിട്ടുള്ളതുകൊണ്ട്. ഇത് ടേബിൾ ടെന്നീസ്, അതുപോലെ സൈക്ലിങ്, കാർ റൈഡിങ്, ഗെയിം സോൺസ് ഇഷ്ടം പോലെ ഉണ്ട്. വെള്ളി സൈഡിലാണെങ്കിൽ നമുക്ക് ഇതിൽ കുറേ എണ്ണം പേബിളാണ്. അതുകൊണ്ട്
ശനിയാഴ്ചയാണ് നമ്മൾ ചെല്ലുന്നത്. 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള കുട്ടികളുടെ ഗെയിമിൻ്റെ ലിസ്റ്റാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് AC ഇൻഡോറായിട്ട് AC കുറേ ഗെയിംസ് ഉണ്ട്. അകത്ത് നമുക്ക് വീഡിയോ പെർമിഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോബിയിൽ പറഞ്ഞ് പ്രത്യേകം പെർമിഷൻ എടുക്കണം. എന്നാലും മാത്രമേ നമുക്ക് അലൗഡ് ഉള്ളൂ. അവർ ഫുള്ള് വീഡിയോ ചെക്ക് ചെയ്യും, എന്നിട്ട് നമുക്ക് പിന്നെ പുറത്തെല്ലാം പോകാൻ കഴിയുള്ളൂ. ഇത് കുറച്ച് ഗാർഡൻ ഏരിയയാണ്. കുറേ വർക്ക് ഇത് ഇൻഡോർ സ്വിമ്മിംഗ് പൂളാണ്. ഇതാണ് ഈ കാണുന്നത് ഇൻഡോർ സ്വിമ്മിംഗ് പൂളാണ്. ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് നേരം നിന്ന് വീഡിയോ എടുക്കാനൊന്നും അലൗഡ് അല്ല. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് പോകാം, അത്രേ കഴിയുള്ളൂ. കാരണം അത്രയും സെക്യൂരിറ്റിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ അവിടെ നിന്ന് ആളോട് പെർമിഷൻ വാങ്ങിയിട്ട് ഞാൻ ഇവിടെ ഒരു വീഡിയോ എടുത്തു. ജസ്റ്റ് മൂവിങ് വീഡിയോ മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് എടുത്തോളാൻ പറഞ്ഞവർ. ഇത് ടവലൊക്കെ വേണം നമുക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ ഇറങ്ങണമെങ്കിലൊക്കെ വേണമെങ്കിൽ. ഞാൻ തല കുത്താൻ വേണ്ടിയിട്ട് ടവൽ വാങ്ങിച്ചത്. കാരണം മഴയായിരുന്നു, ചാറ്റിൽ മഴയായിരുന്നു. പ്രത്യേകം ഡ്രസ്സ് വേണം സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനായിട്ട്. സാധാരണ ഡ്രസ്സ് പറ്റില്ല, നൈലോൺ ഡ്രസ്സ് വേണം. സ്വിമ്മിംഗ് പൂളൊക്കെ അത്രയും നീറ്റ് ആൻഡ് ക്ലീനാണ്. എല്ലാ ദിവസവും വാട്ടർ ക്ലീനിങ്ങും അതിലുള്ള ഇലകളും പൊടികളൊക്കെ മാറ്റി ക്ലീൻ ചെയ്താണ് സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കുക. ഇത് നമ്മുടെ റൂമിലെ കുറയേണ്ട വേറെ ഞാനൊരു കാര്യം പറയട്ടെ. ഇത് അമൂലിൻ്റെ ഒരു സാധനം. ഏത് ഹോട്ടലിൽ പോയാലും നമുക്ക് കിട്ടുന്നത് ലക്ഷറി ആയിക്കോട്ടെ നോർമൽ ആയിക്കോട്ടെ പാലിന് പകരം ഉപയോഗിക്കുന്നത് എവിടെ പോയാലും അമൂൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ നാട്ടിലോട്ട് പോകാനായിട്ട് തിരിക്കുകയാണ്. യൂബർ ബുക്ക് ചെയ്തു. ഇവിടുത്തെ ടാക്സി തന്നെ ഉണ്ടോ, ടാക്സി തന്നെ ഇവിടെ വരുന്നത് ജാഗോറൊക്കെയാണ് ടാക്സി ഉപയോഗിക്കുക എല്ലാവരും. ജാഗോർ ബെൻസൊക്കെ ടാക്സിയാണ്. നമ്മൾ യൂബർ ബുക്ക് ചെയ്തു. ജസ്റ്റ് 180-200 രൂപയുള്ളൂ ഇവിടെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ നമ്മൾ ഹയാത്തിനോട് വിട പറഞ്ഞ് തിരിച്ച് നമ്മുടെ നാടായ കൊളുത്തുപ്പുഴയിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞു. ബാക്കിയുള്ള വീഡിയോസ് കുറേ ഉണ്ട് ഇടാനായിട്ട്. വരും ദിവസങ്ങളിൽ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ യൂബർ ബുക്ക് ചെയ്ത് പോന്നു. തിരിച്ച് വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ നാട്ടിലേക്ക് തിരിച്ചു പോകണ്ടേ? നാട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെ യൂബർ ബുക്ക് ചെയ്ത് നമ്മൾ ശരീബക്കാട വണ്ടിയിൽ തിരിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്, തിരിച്ച് നാട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചിയിലെ ഹയാത്തിലെ വിശേഷങ്ങൾ. തിരിച്ച് പോകുമ്പോൾ സെക്യൂരിറ്റി ചെക്കിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇറങ്ങി ഫ്രീ ആയിട്ട് ഇറങ്ങി പോവാം. കയറുന്ന വേറൊരു വഴിയും ഇറങ്ങുന്ന വേറൊരു വഴിയുമാണ്. അപ്പോൾ അമ്പരചുംബികളായ ബിൽഡിങ്ങുകളെ കണ്ട് ഞങ്ങൾ തിരിച്ച് കൊച്ചിയുടെ സ്ഥലത്ത് നിന്ന് നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. അപ്പം